സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം കരൂറുണ്ടായ വലിയ ദുരന്തത്തെ പറ്റിയും നമ്മൾ അതിനെപ്പറ്റി കുറേയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതിലൊക്കെ വിജയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ചോദ്യങ്ങളും വിജയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് സ്റ്റാലിൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ന്യൂസുകളിൽ കണ്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നാടകമല്ലേ? ആ വിജയ്ക്കെതിരെ ഒരു അക്രമം അഴിച്ചുവിട്ടിട്ട് വിജയെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അതിൽ കൂടി ഇലക്ഷന് ജയിക്കാമെന്നുള്ള സ്റ്റാലിൻ്റെ ഒരു വൃത്തികെട്ട തന്ത്രം അല്ലെങ്കിൽ വൃത്തികെട്ട ഒരുമാതിരി മനസ്സല്ലേ നമ്മളിവിടെ കാണുന്നത്. അത്രയും ജനങ്ങളുടെ ജീവൻ ഒരു വിലയും കൊടുക്കാത്തൊരു സർക്കാരും അത്രയും ജനങ്ങളെ കൊന്നുകളഞ്ഞ ഒരു സർക്കാരിനെയാണ് നമ്മളിവിടെ കാണുന്നത്. TVK എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു മിനിമം കുറഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെയും ആ ഒരു ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് വിജയുടെ TVK എന്ന് പറയുന്ന പാർട്ടി. വിജയാണ് അതിൻ്റെ ഒരു നേതൃത്വം നൽകി, അല്ലെങ്കിൽ വിജയാണ് തുടങ്ങി വെച്ചത്. ആ ഒരു പാർട്ടി വിജയ് എന്ന് പറയുന്ന ഒരു നടനെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആളുകൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അല്ലാതെ ഒരിക്കലും വിജയ് എന്ന് പറയുന്ന നേതാവിനെ കാണാനായിട്ടോ വിജയ് എന്ന് പറയുന്ന നേതാവോട് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ അറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു വികസന മാറ്റത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ജനങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ജനങ്ങൾ വിജയ് എന്ന് പറയുന്ന ആ സിനിമാ നടനെ ആ ഒരു മിനി സ്ക്രീനിൽ എന്നും കണ്ടു വളർന്നിരുന്ന കൊച്ചിലെ മുതൽ ചെറുപ്പകാലം മുതൽ അന്ന് മുതൽ ഇന്ന് വരെയും കാണുന്ന ഒരു നടനെ കാണാൻ വേണ്ടിയും അയാളോടുള്ള അതിയായ ആഗ്രഹം മൂലവുമാണ് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലൊരു 100% ആളുകളിൽ 10% ആളുകൾ വിജയ് എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന, ഈ പറയുന്ന പാർട്ടിയിൽ രാഷ്ട്രീയത്തിൽ വരുന്നത് സ്നേഹിക്കുന്ന, രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആളുകളാണ് ആ ഒരു 10%. ബാക്കി 90% വിജയുടെ ഫാൻസ് തന്നെയാണ്. ആ ഫാൻസ് തന്നെയാണ് ഇടിച്ചു കയറി അവിടേക്ക് ചെന്നുകൊണ്ട് ബസ്സിൻ്റെ സൈഡിൽ കൂടെ പോവുകയും ചെയ്യുന്ന വിജയണ്ണ എന്ന് വിളിച്ചുകൊണ്ട് ചെന്ന് വിജയുടെ വാഹനത്തിനിടയിലേക്ക് ഇടിച്ചു കയറി മരണപ്പെടുകയും ചെയ്ത അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റിയ ഒരു വീഡിയോ, ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ജനസാഗരമാണ് വിജയ് പോകുമ്പോൾ. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ ഓരോ നേതാക്കന്മാർ മരിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഒരു ജനാവലി കാണുന്നത്, അല്ലെങ്കിൽ ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ ആളുകളെ കാണും. പക്ഷേ എന്നാലും ഇത്രയും ജനസാഗരങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. കടലിരമ്പം പോലെ ഒഴുകി കിടക്കുകയാണ് ജനങ്ങൾ. അത് ആ വിജയ് എന്ന് പറയുന്ന നടൻ ആ ഒരു സിനിമയിൽ കൂടിയും അയാളുടെ പേഴ്സണൽ ലൈഫിൽ കൂടിയും അയാൾ ഉണ്ടാക്കിയെടുത്തൊരു ഇമ്പാക്റ്റാണ്. അയാളെ റോൾ മോഡലാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് അയാളെ കാണാനായിട്ട് അവിടെ കൂടിയിരിക്കുന്നതും. അപ്പോൾ ആ ഒരു വ്യക്തി പോകുമ്പോൾ ആ ഒരു ഇത്രയും ജനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനം അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തോൽവിയല്ലേ? ഭരണ സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ തോൽവി തന്നെയല്ലേ നമ്മളവിടെ കണ്ടത്? അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ പാവം പിടിച്ച ജനങ്ങളുടെ കുഞ്ഞുങ്ങളടക്കം അച്ഛനമ്മമാരടക്കം ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും മണ്ണിൽ അരഞ്ഞുപോയി മരിക്കപ്പെട്ട അല്ലെങ്കിൽ ശ്വാസം പോലും കിട്ടാതെ മരണമടഞ്ഞ ഒരു വിഷയം നമ്മൾ കണ്ടതും അല്ലെങ്കിൽ അത് കാണാൻ ഇടയുണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായതിന് പിന്നാലെ വിജയുടെ ഒരു ലൈവ് വരികയുണ്ടായി. ആ ലൈവിന് മുൻപ് അതിലിപ്പോൾ ഒരു പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞാൽ വിജയ് ഈ വീഡിയോ ഇടുന്നതിന് മുൻപും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ DMK എന്ന് പറയുന്ന പാർട്ടിയെ രൂക്ഷ വിമർശനവുമായിട്ടാണ് വിജയ് രംഗത്തേക്ക് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ വിജയ് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നുള്ളതില്ല, കാരണം ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വേറെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ വിജയ് എല്ലാം പറഞ്ഞതിന് ശേഷം സൗമ്യമായിട്ടുള്ള രീതിയിലാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അതിൽ വിജയ് പറയുന്നത് DMKയോട് പറയുന്നൊരു കാര്യം, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എൻ്റെ പാർട്ടിക്കാരെയോ എൻ്റെ കൂടെയുള്ള നേതാക്കന്മാരെയോ എൻ്റെ ജനങ്ങളെയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് DMKയുടെ അടുത്ത് വിജയ് കൊടുക്കുന്നൊരു താക്കീത്, അല്ലെങ്കിൽ വിജയ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വിജയെ ദ്രോഹിക്കാനായിട്ട് DMKയിലുള്ള ആളുകൾക്ക് കഴിയില്ല, അല്ലെങ്കിൽ വിജയെ പെടുത്താൻ സാധിക്കത്തില്ല എന്നുള്ളൊരു കാര്യം വിജയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ വിജയുടെ കൂടെയുള്ള അണികളിൽ ഓരോരുത്തരെയും കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. അത് അവർ നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യും. ഒരാൾ അതിൻ്റെ പേരിൽ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന സംഭവം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ DMK പാർട്ടി അല്ലേ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ആ ജനങ്ങളെ കൊന്നതെന്നും ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും തള്ളിക്കളയോ? ഇല്ലല്ലേ? കാരണം സത്യം അത് തന്നെയാണ്. വിജയ് എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ ഈ വിഷയങ്ങൾക്ക് ശേഷം കുറ്റപ്പെടുത്താനായിട്ട് മലയാളികളും തമിഴ് കരയിലുമുള്ള ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന കരാർ അടിസ്ഥാനത്തിലൊക്കെ ജോലിക്ക് കയറിയിരിക്കുന്ന പോലെ കുറേ സ്ത്രീകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വിജയ് ഭയങ്കര വിഷയമാണ്, വിജയ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് തമിഴിലൊക്കെ ഭയങ്കര കരച്ചിലും വിഴുകലും വിജയെ തെറി വിളിച്ചുകൊണ്ടും വിജയ് ഇനി ഒരിടത്തും വരാൻ പാടില്ല, വിജയ് വന്ന് ഞങ്ങൾ തല്ലിക്കൊല്ലും ചെരുപ്പൂരി അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാം. അപ്പോൾ അതിനുശേഷം വിജയിയെ പറ്റി എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്നുള്ളത് ആ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചേച്ചി പുള്ളിക്കാർ പറയുന്നുണ്ട്. അത് എന്താണ് വിഷയം, വിജയെ കുറ്റം പറയുന്ന മലയാളികളും വിജയെ കുറ്റം പറയുന്ന എല്ലാവരും ഇതൊന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു വീഡിയോ ആണ്. ഞാൻ അങ്ങനെയാണ് കയറി നോക്കിയത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ബാക്കി ഒരു വീഡിയോയിലേക്ക് വരാം. திட்டமிட்டு அவங்க வந்து ரவுடி பசங்களை உள்ள விட்டுட்டாங்க. உள்ள விட்டுட்டு ஸ்ப்ரே அடிச்சிருக்காங்க. மயக்கம் வரதுக்கு ஸ்ப்ரே அடிச்சிருக்காங்க. ஸ்ப்ரே அடிச்சு எல்லாம் மயக்கம் போட்டு ஒவ்வொருத்தரா விழுக ஆரம்பிச்சிட்டாங்க. விழுதுன்னா அந்த ரவுடி பசங்க எல்லாத்தையும் ஒவ்வொருத்தரா எல்லாத்தையுமே தள்ளுறாங்க. நாங்க கண்ட்ரோல் பண்ற அளவுக்கு ஸ்டெடியா நிக்கிற அளவுக்கு அங்க இல்ல. எல்லாத்தையுமே தள்ளுறாங்க. நாங்கெல்லாம் ஒரு 10 பேர் அந்த ஒரு குழி இருக்கு அந்த தெருவுல ஸ்டார்டிங்லயே அந்த குழிகளை தள்ளிட்டாங்க. எங்களெல்லாம் விழுந்தோம். கொத்தோட அப்படியே சாயறாங்க, வேணும்னே சாயறாங்க, கழுத்துல வச்சு கால் வச்சு மிதிக்கிறாங்க. ஆமா, ஒரே காரணம் GH போனா என்னையும் முடிச்சு விட்டுப்பாங்க.
தெளிவாக சொல்கிறேன். ஆம்புலன்ஸில் என்னை ஏற்றிருந்தாங்கன்னா அன்னைக்கே என்னோட கதை முடிச்சிருப்பாங்க. இப்போ போனவங்க எல்லாருமே ஆம்புலன்ஸில் எனக்கு நீ சொன்ன வரைக்கும் என் ஃப்ரெண்ட்ஸுங்க எல்லாம் சொல்லியிருக்காங்க. ஆம்புலன்ஸில் எனக்கு தெரிஞ்சவங்களே நிறைய பேர் உயிரோட தான் ஏற்றிருக்காங்க, மயக்கத்தில் தான் ஏற்றிருக்காங்க. ஆம்புலன்ஸில் ஏதோ பண்ணியிருக்காங்க, இல்லைன்னா அங்கே ஹாஸ்பிட்டலில் இவங்க கட்சி மூலியமா ஏதோ பண்ணியிருக்காங்க. அவங்க எல்லாருமே இறந்துல எல்லாம் மயக்கத்துல தான் போயிருக்காங்க. ஆம்புலன்ஸ்ல ஏதோ நடந்திருக்கு. நான் போயிருந்தாலும் எனக்கு ஏதோ நடந்திருக்கும். நான் இங்க நின்று பேசியிருக்க முடியாது. കണ്ടില്ലേ, വിജയിയെ കുറ്റം പറഞ്ഞ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കാതെ വിജയിയെ എങ്ങനെ നശിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾക്കും നമ്മളെല്ലാവരും ഈ വിഷയങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഈ വിഷയങ്ങൾ കണ്ട് വിഷമിച്ചിട്ടുള്ള ആളുകൾക്കും എല്ലാം ഹൃദയം നുറുങ്ങുന്ന ഒരു വാർത്തയുമായിട്ടാണ് ആ ചേച്ചി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് അവിടെ മയങ്ങി വീണിട്ടുള്ള ആളുകൾ അവരെ ആംബുലൻസിൽ കയറ്റി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് വരെ അവർ മയക്കത്തിലായിരുന്നു എന്നാണ് ആ ചേച്ചി പറയുന്നത്. ആ ചേച്ചി കണ്ട ആളാണ്, അടുത്ത് നിന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ആശുപത്രിയിൽ എത്തിയതിന് ശേഷമാണ് മരിച്ചു എന്നുള്ളൊരു വാർത്ത അറിയുന്നത്. കഴിഞ്ഞ ദിവസം മൻസൂർ അലിഖാൻ്റെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുകയുണ്ടായി. ആ വീഡിയോയിൽ മൻസൂർ അലിഖാൻ പറയുന്നത് എന്താണ്, അതായത് ആംബുലൻസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെ വന്നിട്ടുള്ള ആളുകൾ അത് വിജയ് വന്നതിൻ്റെ ഫലമായിട്ട് അവിടെ വിജയെ കാണാൻ വേണ്ടി തടിച്ചുകൂടി മരണപ്പെട്ടതാണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് മാധ്യമങ്ങളോട് മൻസൂർ അലിഖാൻ ചോദിച്ചത്. അപ്പോഴും എല്ലാവരും ചിന്തിച്ചൊരു കാര്യം അത് തന്നെയാണ്, അയാൾ പറയുന്നത് സത്യമല്ലേ എന്നുള്ളൊരു കാര്യം. മൻസൂർ അലിഖാൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ഇവരെയൊക്കെ തല്ലിയതാണോ, ഏതൊക്കെ ഭാഗത്ത് അടി കൊണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് മരണകാരണം എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കൃത്യമായുള്ള രീതിയിൽ നടക്കണം. ഇത് എന്നാൽ ഇവിടെ എന്താണ് നടന്നത്, ഇവിടെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടത് ശേഷം അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടവും നടത്തി, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് പോലും അറിയില്ല, പെട്ടെന്ന് തന്നെ സംസ്കരിക്കുന്ന ചടങ്ങുകളിലേക്ക് അവർ കടക്കുകയാണ് ചെയ്തത്. ആളുകളുടെ ഈ പറയുന്ന ഇമോഷണൽ ഒരു കൈമുതലാക്കിക്കൊണ്ട് DMK എന്ന് പറയുന്ന ഒരു പാർട്ടി കാണിച്ച പോരാട്ട നാടകം, വൃത്തികെട്ട പരിപാടികളൊക്കെയാണ് നമ്മളവിടെ കണ്ടത്. അതിന് കരയാനായിട്ട് അഭിനയിച്ച് മെഴുകാനായിട്ട് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയും സ്റ്റാലിനും ഒക്കെ അങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ വിജയെ കുറ്റം പറഞ്ഞാലേ വിജയ് എന്ന് പറയുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയിലേക്ക് ഇവർ കടന്നിരുന്നെങ്കിൽ ഈ സംസ്കാര ചടങ്ങുകൾ മാറ്റി വെച്ചുകൊണ്ട് അത് വേറെ രീതിയിലേക്കൊക്കെ പോയേനെ. സംസ്കാര ചടങ്ങുകൾ പെട്ടെന്ന് നടത്തേണ്ട, അവിടെ ഉണ്ടായ എന്താണ് പ്രശ്നം എന്നുള്ളത് തെളിയിക്കപ്പെടണമെന്നുള്ളത് വിജയ് എന്ന് പറയുന്ന ടീമിന്റെ അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ DMKയിലുള്ള പാർട്ടികളെല്ലാം പെട്ടുപോയേനെ, സ്റ്റാലിൻ അടക്കമുള്ള എല്ലാവരും പെട്ടുപോയേനെ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി വിജയ്ക്കെതിരെ കുറ്റമൊന്നും പറയാതെ, വിജയെ കള്ളനാക്കാതെ, വിജയെ പ്രതിയാക്കാതെ വിജയ്ക്കെതിരെ നൈസായിട്ട് ഇവർ ഒരു ചരട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ സിനിമയിൽ വന്നതിന് ശേഷം സിനിമയ്ക്ക് മുൻപും എത്രത്തോളം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കീഴടക്കപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു മനുഷ്യനാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അയാളെ ഇളയ ദളപതി എന്ന് എല്ലാവരും വിളിക്കുന്നത് അല്ലേ. ഈ സിനിമാ നടൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിജയെ കുറ്റം പറയുന്നവരോടൊക്കെ ചോദിക്കാനുള്ള ചോദ്യമാണ്, വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിനേക്കാൾ 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി അല്ലെങ്കിൽ അതിൽ 5, 6, 7 അല്ലെങ്കിൽ 10 ഇരട്ടിയിൽ കൂടുതൽ അല്ലെങ്കിൽ ഫുള്ളായിട്ടും ഇയാൾക്ക് നല്ലൊരു നികുതി, നല്ലൊരു എമൗണ്ട് ഇയാൾക്ക് ഈ സിനിമയിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. കോടിക്കണക്കിന് അയാൾക്ക് പ്രതിഫലം വാങ്ങിക്കൊണ്ട് സിനിമ ചെയ്യാൻ പറ്റും. കാരണം അയാളുടെ സ്റ്റാർഡം അത്രത്തോളം ഉണ്ട്. അയാൾ ഇനി മലയാളത്തിൽ വന്നാലും അയാൾ ഏത് ഭാഷയിൽ പോയാലും അയാൾക്ക് അത്രയും ഉള്ള സ്റ്റാർഡം അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് അത്രയും കാശ് ഉണ്ടാക്കുന്നതാണോ, അത് ഈ വെറും രാഷ്ട്രീയത്തിൽ, തുക്കട രാഷ്ട്രീയത്തിൽ വന്നു നിന്നുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ട് ജീവിക്കുന്നതാണോ അയാൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം? അയാളൊരു പണക്കൊതിയനായിരുന്നു, അല്ലെങ്കിൽ അയാളൊരു സ്വാർത്ഥനായിരുന്നു, ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും നോക്കാത്തൊരു മനുഷ്യനായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് തന്നെയാണ് ഏറ്റവും നല്ലതല്ലേ, അയാൾക്ക് സിനിമ തന്നെയാണ് നല്ലത്. പക്ഷെ അയാൾ അവിടെ നിന്ന് അത്രയും പണം ഉണ്ടാക്കാമായിരുന്നിട്ട് കൂടിയും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, അവിടെ നിന്നുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റേഷൻസും ഉണ്ടാവില്ല. അയാൾക്ക് എന്തും ചെയ്യാം, അയാളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി സ്വതന്ത്രമായിട്ട് അയാൾക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ളത് അയാൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയായിരിക്കാം അയാൾ രാഷ്ട്രീയത്തിലേക്ക് വന്നത്, അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ആ വ്യക്തി സിനിമയിൽ ഇരുന്നുകൊണ്ട് അയാൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികൾ എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൂര്യ അതുപോലെയുള്ള നടന്മാരൊക്കെയാണ് അവരെല്ലാം. പക്ഷേ ഈ ഒരൊറ്റ ചെറിയ വിഷയം കൊണ്ട് വിജയെ കുറ്റം പറഞ്ഞ് വിജയെ തളർത്തിക്കളയാമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുക. പിന്നെ വേറൊരു വീഡിയോ ഞാൻ ഈ സൈഡിൽ പ്ലേ ചെയ്യാം, കഴിഞ്ഞ ദിവസം പ്ലേ ചെയ്തു, അതിന് കൃത്യമായുള്ള രേഖ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് വിജയുടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ ചെരുപ്പെടുത്തെറിയുന്നുണ്ട്. അത് ആരാണ് എന്നുള്ളത് ഇനി വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപക്ഷെ അവൻ വല്ല ആക്സിഡന്റിൽ മരണപ്പെടാം. കാരണം ഇത് DMKയുടെ കൂട്ടത്തിലുള്ള ആളാണെങ്കിൽ അവിടെ ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് നിന്നത് ആരാണെന്നും ഇവന്മാരെ കിട്ടി ഇവന്മാരെ പിടിച്ച് നല്ല വേണ്ട രീതിയിൽ ചോദ്യങ്ങൾ ചെയ്താലേ പുറത്തു വരുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും തമിഴ്നാട്ടിലെ വിഷയം ആയതുകൊണ്ട് നമുക്കൊരു കാര്യമൊന്നും പരിധി വിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ കേസ് വരാം. പക്ഷേ കൊള്ളരുതായ്മയും തന്തയില്ലായ്മയും കാണിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണെന്നും അത് ചെയ്യാൻ പാടില്ല എന്നും നമ്മൾ തുറന്ന് പറയൂ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്. അത് ഇപ്പോഴും ഞാൻ പറയുകയാണ്. സ്റ്റാലിനാണെങ്കിലും വിജയ് ആണെങ്കിലും ആരാണെങ്കിലും കൊള്ളരുതായ്മ അത് തന്നെയാണെന്ന് നമ്മൾ പറയും. അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഈ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ അല്ലെങ്കിൽ ഈ ഹൃദയം
കിടന്നുറങ്ങുന്ന ആ സന്ദർഭത്തിലും ആ ഒരു ചേച്ചി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും വിങ്ങി പൊട്ടുകയാണ്. കാരണം ആ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറ്റിവിട്ട ആളുകളാണ്. അതിൽ കൊടി വെച്ചിട്ടുള്ള വിജയ് പറയുന്നുണ്ട്. ആ കൊടി ഒരു പക്ഷേ ഒരു പ്രതീകമാണ്. വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു പരിപാടിക്ക് വന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ആ പരിപാടിക്ക് വന്ന ആംബുലൻസിൽ വന്ന ആളുകളാണ് മരണപ്പെട്ടതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും വെച്ചതാണെന്ന് അറിയില്ല. അതായത് ആ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആ ആംബുലൻസ് കണ്ടുകൊണ്ട് ഈ പ്രതികളുണ്ട്, ഗുണ്ടകളുണ്ടല്ലോ, അവർക്ക് ചാടി അതിനകത്ത് കയറാൻ പറ്റുമല്ലോ. അങ്ങനെ ചാടി കയറുമ്പോൾ ഇവരെ കൊല്ലാനായിട്ടുള്ള എല്ലാ പരിപാടികളും അതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. അതിനു വേണ്ടി ഒരു സൈനായിട്ട് ആ കൊടി കെട്ടിക്കൊണ്ട് പോയതാണോ എന്നുള്ളൊരു കാര്യത്തിലും നമ്മളിവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണെങ്കിൽ ഈ സംശയങ്ങളെല്ലാം തീർപ്പാക്കേണ്ടതുണ്ട്. ഉടനെ തന്നെ സത്യം പുറത്തു വരട്ടെ. കൂടുതൽ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിജയ് ആയിരുന്നോ ശരി, സ്റ്റാലിനായിരുന്നോ ശരി, DMK ആണോ TVK ആണോ ശരി എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.